നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഏവർക്കും അറിയാവുന്നതാണ്. നാളെയാണ് ഡിസംബർ 13, തൃക്കാർത്തിക ദിവസം. അപൂർവങ്ങളിൽ അപൂർവമായ അത്യപൂർവമായ ഒരു മുഹൂർത്തമാണ് നാളത്തെ തൃക്കാർത്തിക ദിനം. സാക്ഷാൽ ആദിപരാശക്തിയുടെ അമ്മ മഹാമായയുടെ ജന്മനക്ഷത്രമാണ്, ജന്മദിനമാണ്, പിറന്നാളാണ് തൃക്കാർത്തിക ദിവസം എന്നാണ് വിശ്വസിക്കുന്നത്. കാർത്തിക നക്ഷത്രം കീർത്തിയേറുന്ന നക്ഷത്രമാണ്. ആദിപരാശക്തിയുടെ അനുഗ്രഹം പൂർണ്ണഭാവത്തിൽ ലഭിക്കുന്ന ഒരു നക്ഷത്രം കൂടിയാണ് കാർത്തിക. അതുകൊണ്ട് തന്നെ അഗ്നി നക്ഷത്രം എന്നും അറിയപ്പെടുന്നുണ്ട്. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്കൊക്കെ അല്പം ദേഷ്യം സ്വഭാവമൊക്കെ അതുകൊണ്ട് തന്നെയാണ് വരുന്നത്. അമ്മ പരാശക്തിക്ക് ദേഷ്യം വന്നാൽ അറിയാമല്ലോ അവസ്ഥ എന്താണെന്ന്. അതേപോലെ തന്നെ ആ കാർത്തിക നക്ഷത്രക്കാർക്ക് കീർത്തിയേറുന്ന നക്ഷത്രമാണ്. അതേപോലെ തന്നെ അല്പം ദേഷ്യ സ്വഭാവമൊക്കെ മുന്നിട്ട് നിൽക്കുന്ന 27 നക്ഷത്രങ്ങളിൽ പ്രധാനപ്പെട്ട നക്ഷത്രം എന്ന് പറയാവുന്ന ഒരു നക്ഷത്രം കൂടിയാണ് കാർത്തിക. തേജോമയമായ അല്ലെങ്കിൽ ജ്വലിച്ചു നിൽക്കുന്ന അഗ്നി നക്ഷത്രമാണ്. അഗ്നി എത്രത്തോളം ജ്വലിക്കുന്നതെന്ന് നമുക്കറിയാം. അത്രത്തോളം ജ്വലിക്കാനുള്ള, ശോഭിക്കാനുള്ള ഭാഗ്യം കൂടി സിദ്ധിച്ചിട്ടുള്ള ഒരു നക്ഷത്രമാണ് കാർത്തിക. അപ്പോൾ ആദിപരാശക്തിയുടെ പിറന്നാളായ നാളെ ഡിസംബർ 13 നമ്മൾ തൃക്കാർത്തിക ആഘോഷിക്കുകയാണ്. നാളെ വൈകുന്നേരം ഏവരും ചിരാതുകൾ തെളിയിക്കും, നിലവിളക്ക് തെളിയിക്കും. നമ്മളാൽ കഴിയുന്ന തരത്തിലുള്ള ദീപാലങ്കാരങ്ങളോടെ ആദിപരാശക്തിയെ വരവേൽക്കാനായി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളം കൃത്യതയോടെ, എത്രത്തോളം ശുദ്ധിയോടും വൃത്തിയോടുകൂടിയും കൈകാര്യം ചെയ്ത് നമ്മൾ ആദിപരാശക്തിക്ക് അമ്മയെ വരവേൽക്കാനായി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു അതിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം സിദ്ധിക്കുന്നതുമായിരിക്കും. അപ്പോൾ നാളത്തെ ദിവസം തൃക്കാർത്തികയാണ്. എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് തൃക്കാർത്തികയുടെ ഫലങ്ങൾ, അല്ലെങ്കിൽ തൃക്കാർത്തിക ദിവസം ദീപം തെളിയിക്കുമ്പോൾ ഏത് നക്ഷത്രക്കാർക്കാണ് അതിൻ്റെ കൂടുതൽ ഫലങ്ങൾ അവരാൽ തെളിയിച്ച് അവർ മറ്റുള്ളവർക്ക് ദീപം പകർന്നു കൊടുക്കുമ്പോൾ അതുവഴിയും നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. നാളെ ഡിസംബർ 13 തൃക്കാർത്തിക ദിവസമാണ്. ആഗ്രഹ സാഫല്യത്തിന് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിനം കൂടിയാണ് തൃക്കാർത്തിക. കാരണം അമ്മ പരാശക്തിയുടെ, ആദിപരാശക്തിയുടെ പിറന്നാളായ ദിവസമാണ് തൃക്കാർത്തിക. അതുകൊണ്ട് തന്നെ അന്നേ ദിവസം നമ്മൾ വൃത്തിയോടും ശുദ്ധിയോടും ഭക്തിയോടും നിറഞ്ഞ മനസ്സോടുകൂടി അമ്മ മഹാമായയോട്, നമ്മുടെ അമ്മയോട് എന്തെല്ലാം വിഷമങ്ങളുണ്ടോ അതൊക്കെ പറഞ്ഞ നടയിൽ നിന്ന് അമ്മയിൽ നിന്ന് അനുഗ്രഹം സ്വീകരിക്കാവുന്ന ഒരു സമയം കൂടിയാണ്. അതേ ദിവസം ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നത് വളരെ മഹത്വരമായിരിക്കും. അതേ ദിവസം വ്രതമെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അത് ഉത്തമമായ കാര്യമാണ്. അപ്പോൾ നാളത്തെ ദിവസം രാവിലെ തന്നെ ഏവരും എഴുന്നേറ്റ് 5 മണിക്ക് എഴുന്നേൽക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമം. എഴുന്നേറ്റ് കുളിച്ചെന്നത്തെയും പോലെയല്ല നാളത്തെ ദിവസം നമ്മൾ ഒരു കാര്യം ചെയ്യാൻ. കാരണം നമ്മുടെ അമ്മ മഹാമായ, നമ്മുടെ പരാശക്തി, നമ്മുടെ ആദിപരാശക്തി നമ്മുടെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഉണർന്ന് ഏവരും കുളിച്ച് ശുദ്ധിയായതിന് ശേഷം വേണം അമ്മമാരൊക്കെ ഭക്ഷണം പാകം ചെയ്യാനായിട്ട്. അത് നിറഞ്ഞ മനസ്സോടുകൂടി വിളമ്പി കൊടുക്കണം. ഭവനത്തിൽ ഉറക്കെയുള്ള ശബ്ദ കോലാഹലങ്ങളൊന്നും നാളത്തെ ദിവസം പാടില്ല. കാരണം ഈ നിമിഷവും നമ്മുടെ ഭവനത്തിലേക്ക് ആദിപരാശക്തി, നമ്മുടെ അമ്മ മഹാമായ, നമ്മുടെ ദുഃഖങ്ങൾ ദുരിതങ്ങളും കണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് മോചനം നൽകാനായി നമ്മുടെ ഗൃഹത്തിലേക്ക് നമ്മളുടെ വിശേഷങ്ങൾ അറിയുവാൻ അല്ലെങ്കിൽ നമ്മളുടെ പരാതികൾ ശ്രവിക്കുവാൻ നാളെ ആദിപരാശക്തി നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്ന ദിനം കൂടിയാണ്. അപ്പോൾ അന്നേ ദിവസം നിങ്ങൾ കുളിച്ച് വൃത്തിയായി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം വീടും പരിസരവും വൃത്തിയാക്കുക. മാറാലകൾ, ചിലന്തി വലകൾ, പൊടിപടലങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെയും തൂത്ത് വൃത്തിയാക്കുക. കാരണം നമ്മൾ ഇങ്ങനെ ദിവസവും മുറി വീടൊക്കെ തൂത്ത് വൃത്തിയാക്കാറുണ്ടെങ്കിൽ പോലും നമ്മൾ മാറാലകളൊക്കെ വിശേഷങ്ങൾ വരുന്ന സമയങ്ങളിലാണ്. ഇപ്പോൾ കഴിഞ്ഞ സമയം ഓണത്തിനായിരിക്കും, അല്ലെങ്കിൽ ഏകാദശി. ഇപ്പോൾ ഏകാദശിക്ക് വൃത്തിയാക്കി ഭവനമൊക്കെ വൃത്തിയാക്കിയവരുണ്ടായിരിക്കും, വ്രതമെടുത്തവർ. അപ്പോൾ അവർ തുടർന്ന് വ്രതമെടുക്കേണ്ടതിൻ്റെ ആവശ്യം ഇല്ല. കാരണം തുടർന്ന് ഈ ഒരു രീതി മത്സ്യമാംസാദികൾ നാളത്തെ ദിവസം ഉപേക്ഷിച്ചാൽ മാത്രം മതി. അതേപോലെ തന്നെ ഈ മാറാലകൾ അടിച്ച് വീട് വൃത്തിയാക്കുക, ചുറ്റുപാടും വൃത്തിയാക്കുക, ചപ്പുചവറുകളെല്ലാം തൂത്തുവാരി അത് വിധി ചെയ്യുക. അതിനുശേഷം ഭവനത്തിൽ എവിടെയെങ്കിലും തുണി നമ്മൾ കുളിച്ച് ശേഷം തുണി കഴുകാതെ, വസ്ത്രങ്ങൾ കഴുകാതെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കി മാറ്റി വെക്കുക. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ
പുസ്തകം, ബുക്ക് അതൊക്കെ അലക്ഷ്യമായി ഇടാതെ വൃത്തിയായി സൂക്ഷിച്ചു വെക്കേണ്ടതും അത്യാവശ്യമാണ്. അമ്മ മഹാമായയാണ് നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്നത്. എപ്പോഴും വരുന്നതല്ല, വർഷത്തിലൊരിക്കൽ മഹാബലി വരുമ്പോൾ നമ്മൾ എത്രത്തോളം ഹൃദ്യമായിട്ടാണ് അദ്ദേഹത്തെ ആദരിക്കുന്നത് അല്ലെങ്കിൽ സ്വീകരിക്കുന്നത്, അതേപോലെ തന്നെ നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. ഒരു കാറ്റായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു തലോടലായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു സുഗന്ധമായിട്ടായിരിക്കും, ഏത് രീതിയിലും നമ്മളിലേക്ക് നാളെ അമ്മ പരാശക്തി നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ അത്രത്തോളം പവിത്രമായ ഒരു ചുറ്റുപാട് ഒരുക്കി കൊടുക്കേണ്ട ഒരു കടമ കൂടി നമ്മൾക്ക് ഉണ്ട്. അമ്മയുടെ മക്കളായ നമ്മൾക്ക് അതിൻ്റെ ഒരു കടമ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം എല്ലാവരും ശുദ്ധിയും വൃത്തിയും പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അതിനുശേഷം വൃത്തിയാക്കി നമ്മൾ വീട് എല്ലാം ചുറ്റുപാട് വൃത്തിയാക്കിയ ശേഷം പിന്നെ ത്രസന്ധ്യാവേളയാണ് നമ്മളിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ദീപാലങ്കാരങ്ങളാൽ ഒരു നിറഞ്ഞ ദീപാലങ്കാര ഒരു വിഭൂഷിതയായി നമ്മൾ ക്ഷേത്ര ദർശനം ചെല്ലുമ്പോൾ അമ്മ ദീപാരാധന സമയത്ത് എങ്ങനെയാണ് നിറഞ്ഞ ദീപങ്ങൾക്കിടയിലല്ലേ അമ്മ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു നമ്മളിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള വിളക്കുകളെല്ലാം തെളിയിക്കുക. പൂജാമുറിയിൽ 5 തിരിയിട്ട് വിളക്കുകൾ തെളിയിക്കുക. അത് വിളക്ക് തെളിയിക്കാവുന്നതാണ്, നാരങ്ങ വിളക്ക്, എങ്ങനെയായാലും നാളെ ദീപാലങ്കാരങ്ങളാൽ മുഖരിതമായിരിക്കണം. ദീപാലങ്കാരങ്ങളാൽ ഒരു വർണ്ണപ്രപഞ്ചം നമ്മൾ സൃഷ്ടിക്കുകയാണ്. പിന്നെ തൊഴുത്തൊക്കെ ഉള്ളവരുണ്ടല്ലോ, പശുത്തൊഴുത്തൊക്കെ ഉള്ളവർ നാളത്തെ ദിവസം വൃത്തിയാക്കുക. അതിന് വൈക്കോലിൻ്റെ അടുത്തൊന്നുമല്ല, ഇതിന് മാറി ഒരു ചിരാത് കത്തിച്ച് തെളിയിച്ച് വെക്കുക. കാരണം ഭഗവാൻ നമ്മുടെ ചുറ്റുപാടൊക്കെ വീക്ഷിക്കാൻ വരികയാണ് അമ്മ മഹാമായ. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ വീട്ടിൽ എന്തൊക്കെ പക്ഷിമൃഗാദികളുണ്ടെങ്കിൽ അവരെയൊക്കെ ശുദ്ധിയായി വൃത്തിയായി വെക്കുക. എല്ലാവർക്കും അതിൻ്റെ അനുഗ്രഹം സിദ്ധിക്കണമല്ലോ. അപ്പോൾ നാളത്തെ ദിവസം നിങ്ങൾ ഇതുപോലെ ദീപങ്ങളാൽ ആ ഒരു പ്രപഞ്ചം, ഒരു വർണ്ണപ്രപഞ്ചം നമ്മുടെ ഭവനത്തിലേക്ക് വരുമ്പോൾ അമ്മ പരാശക്തി, ആദിപരാശക്തി, നമ്മൾ പറയാല്ലേ അന്തം വിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ചുറ്റുപാട് ഉണ്ടാക്കി കൊടുക്കുകയാണ് നമ്മുടെ ഗൃഹത്തിലേക്ക്. ഒരു സ്വർഗം തന്നെ നമ്മൾ ആ നിറഞ്ഞ ദീപങ്ങളാൽ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ അത്രയും വൃത്തിയോടും പവിത്രതയും ശുദ്ധിയോടും കൂടിയും വേണം നമ്മൾ നാളെ അമ്മ പരാശക്തിയെ സ്വീകരിക്കാനായിട്ട്. ഒരു വർഷക്കാലം നിലനിൽക്കുന്ന ഭാഗ്യങ്ങളായിരിക്കും നമ്മൾ കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് തീർക്കുന്ന വർണ്ണപ്രപഞ്ചത്താൽ നമ്മൾക്ക് ലഭിക്കാൻ പോകുന്ന എന്നൊരു ബോധം കൂടി നമ്മൾ ഓരോ ആളുകളുടെയും മനസ്സിലുണ്ടായിരിക്കണം. അത്രത്തോടെയും വൃത്തിയോടെയും ശുദ്ധിയോടെയും വേണം ത്രിസന്ധ്യയിൽ ദീപാലങ്കാരങ്ങളാൽ മുഖരിതമാക്കുവാനായിട്ട്. അപ്പോൾ ചിരാതിൽ കത്തിക്കാവുന്നതാണ്, നാരങ്ങാ ദീപം കത്തിക്കാവുന്നതാണ്, നമ്മുടെ പൂജാമുറിയിൽ 5 തിരിയിട്ട് വിളക്ക് കത്തിക്കാം, നെയ് വിളക്ക് കത്തിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നല്ലെണ്ണ ഉപയോഗിച്ച് വിളക്ക് കത്തിക്കാവുന്നതാണ്. പണ്ടൊക്കെ മരോട്ടിക്കായ ആയിരുന്നു ഉപയോഗിക്കുന്നത്. എനിക്ക് മാത്രം അതിനെക്കുറിച്ച് നല്ല ഓർമ്മയില്ല. പക്ഷേ പണ്ടൊക്കെ മുത്തശ്ശി പറഞ്ഞൊരു ഓർമ്മ, ഒരു തവണയെങ്കിലും ഞാൻ ചെയ്തിട്ടുള്ളൊരു ഓർമ്മ മാത്രമേ എനിക്ക് അതിനെക്കുറിച്ചുള്ളൂ. ഇപ്പോൾ പിന്നെ എല്ലാം മൺചിരാത്, പിന്നെ വിളക്ക് തെളിയിക്കും, അതൊക്കെ തന്നെയാണ് നമ്മുടെ ഓർമ്മകളിലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് മരോട്ടിക്ക എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പക്ഷേ എല്ലാ വീടുകളിലും ചിരാതുണ്ടായിരിക്കും. നമ്മൾ ഒരു വർഷം എത്ര ചിരാതാണോ കത്തിക്കുന്നത് അതിനെക്കാട്ടി കുറച്ചുകൂടി അടുത്ത വർഷത്തേക്ക് നമ്മൾ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കഴിഞ്ഞ വർഷത്തെ ചിരാതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരിക്കും. അതൊക്കെ തുടച്ചെടുക്കുമ്പോൾ കഴിയുമെങ്കിൽ, വളരെ വിലകളൊന്നും ഇല്ലെന്നല്ലോ, അപ്പോൾ ഒരു 10 എണ്ണം കൂടി കഴിയുമെങ്കിൽ അടുത്ത തവണത്തേക്ക് വാങ്ങിക്കാൻ. അങ്ങനെ നമ്മൾ കൂടുതൽ വാങ്ങിക്കാനും താഴെയിട്ട് പൊട്ടിക്കാതിരിക്കാനും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം അതൊക്കെ വൃത്തിയോടും ശുദ്ധിയോടും കൂടി ചെയ്യേണ്ടതാണ്. താഴെയിട്ട് പൊട്ടിച്ചാൽ അറിയാതെ വീട് നിലത്ത് വീണ് പൊട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ കൈ കൊണ്ട് എറിഞ്ഞൊന്നും പൊട്ടിക്കാതിരിക്കാൻ കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇനി പറഞ്ഞു വരുന്നത് 18 നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം വളരെയേറെ ഭാഗ്യമാണ്. എല്ലാവർക്കും ഭാഗ്യമാണ് എല്ലാ ദിവസങ്ങളും. കാരണം അമ്മ മഹാമായി നമ്മൾ മക്കളെ കാണാനായിട്ട് വരുന്ന ദിവസമാണ്. നമ്മളുടെ അഭീഷ്ടങ്ങളൊക്കെയും നിറവേറ്റാനാണ് അമ്മ മഹാമായി നമ്മളെ കാണാനായിട്ട് വരുന്നത്. അപ്പോൾ നാളത്തെ ദിവസം 18 നക്ഷത്രക്കാർ, ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് അവർ ദീപം തെളിയിച്ച് അതിനുശേഷം അത് പകർന്ന് മറ്റുള്ളവർക്ക് തെളിയിക്കാമെന്ന്. അതിൽ 18 നക്ഷത്രക്കാരുണ്ട്. ആ നക്ഷത്രക്കാർ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞു തരാം. ആദ്യത്തെ നക്ഷത്രം കാർത്തികയാണ്. കാർത്തിക, ഉത്രം, ഉത്രാടം, രോഹിണി, അത്തം, തിരുവോണം, മകയിരം, ചിത്തിര, അവിട്ടം, ചതയം, ചോതി, തിരുവാതിര, പുണർദം, വിശാഖം, പൂരുരുട്ടാതി, പൂയം, അനിഴം, ഉത്രട്ടാതി. ഇങ്ങനെ 18 നക്ഷത്രങ്ങൾ. ഈ നക്ഷത്രത്തിൽ പിറന്ന ഒരാളെങ്കിലും നിങ്ങളുടെ ഭവനത്തിൽ ഇല്ലാതെ വരില്ല. അപ്പോൾ ഇങ്ങനെ ഈ നക്ഷത്രക്കാരില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ മുതിർന്ന അമ്മ അച്ഛനെ കൊണ്ട് വിളക്ക് തെളിയിക്കുക. അതിനുശേഷം നിങ്ങൾ മക്കൾക്ക് അവർ പകർന്നു തരുമ്പോൾ അത് കത്തിക്കുക. നിങ്ങൾ വിളക്ക് കത്തിക്കുന്ന വേളയിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ, നമ്മുടെ വേവലാതികൾ, നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ ഭയങ്ങൾ, നമ്മുടെ ആശങ്കകൾ, നമ്മുടെ ആകുലതകൾ, ഇതൊക്കെയും നമ്മൾക്ക് പറയാനും നമ്മളുടെ വിഷമങ്ങൾ ഇറക്കി വെക്കാനുമുള്ളൊരു തോളാണ് നമ്മുടെ അമ്മ മഹാമായ ആദിപരാശക്തി. ആ
ആദി പരാശക്തിയാണ് നമ്മളെ കാണാൻ നാളെ ഗൃഹത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും ദീപം തെളിയിക്കുന്ന വേളയിൽ മനസ്സിൽ പറഞ്ഞുകൊണ്ട് വേണം ഈ ദീപം തെളിയിക്കാൻ. ആ ദീപം ശോഭിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അമ്മ സ്വീകരിക്കുകയും അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്കതൊക്കെ പൂർത്തീകരിച്ച് കിട്ടുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ 18 നക്ഷത്രക്കാരുണ്ടല്ലോ, ആ നക്ഷത്രക്കാരുള്ള ഗൃഹത്തിൽ ആ നക്ഷത്രക്കാർ വേണം ആദ്യത്തെ ദീപം കൊളുത്തിയതിന് ശേഷം മറ്റുള്ള കുട്ടികൾക്കായാലും ഭർത്താവിനായാലും അല്ലെങ്കിൽ അമ്മ അങ്ങനെ ആർക്കായാലും അത് പകർന്നു കൊടുക്കുവാനായിട്ട്. അതുപോലെ തന്നെ 1, 2, 3 നക്ഷത്രക്കാർ ഇത് പറഞ്ഞ ആളുകളുണ്ടെങ്കിൽ അവർക്കെല്ലാം ഒരേ സമയം തന്നെ തെളിയിക്കാവുന്നതാണ്. അല്ലാത്ത പക്ഷം ഒരു വ്യക്തിയാണ്, ഇപ്പോൾ അനിഴം നക്ഷത്രക്കാരാണ് അല്ലെങ്കിൽ ചോദ്യ നക്ഷത്രക്കാരാണ് ഗൃഹത്തിലുള്ളതെങ്കിൽ അവരെ കൊണ്ട് ആദ്യം തെളിയിച്ചതിന് ശേഷം അവരിൽ നിന്ന് വേണം നമ്മൾ പകർന്നെടുക്കാനായിട്ട്. അപ്പോൾ നല്ല രീതിയിൽ നാളെ തൃക്കാർത്തികയാണ്, മനസ്സിൽ ആഗ്രഹങ്ങളൊക്കെയും പറഞ്ഞോളൂ, എല്ലാം നിങ്ങൾക്ക് നിറവേറ്റി കിട്ടുന്നതായിരിക്കും. പിന്നെ അന്നത്തെ ദിവസം കഴിയുമെങ്കിൽ അടുത്തുള്ള ഭഗവതി ക്ഷേത്രം, ദേവീ ക്ഷേത്ര ദർശനം നടത്തുക. നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ കൂടി നാളത്തെ ദിവസം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഭവനത്തിൽ കാർത്തിക വിളക്കൊക്കെ കത്തിക്കുന്നത് കൊണ്ട് ആർക്കും ക്ഷേത്രത്തിൽ പോകാൻ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല വൈകുന്നേരം. അതുകൊണ്ട് തന്നെ രാവിലെ പോകാമെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമമായിട്ട്. അഥവാ പോകാൻ സാധിച്ചില്ലെങ്കിലും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഭഗവതി അമ്മ മഹാമായ നമ്മളെ കാണാൻ സ്വന്തം ഗൃഹത്തിലേക്ക് തന്നെ വരികയാണ്. അപ്പോൾ നമ്മുടെ ഭവനത്തിൽ ആളുകൾ ഉണ്ടായിരിക്കണം എന്നത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ പ്രഭാതത്തിൽ പോയി ക്ഷേത്ര ദർശനം നടത്തുന്നതായിരിക്കും ഏറ്റവും ശ്രേഷ്ഠകരം. എങ്കിൽ പോകാൻ സാധിക്കാത്തവർ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് ഭവനത്തിൽ തന്നെ നിറഞ്ഞ ദീപാലങ്കരണങ്ങളാൽ അമ്മയെ സ്വീകരിക്കാനുള്ള വഴി കൂടി തയ്യാറാക്കുകയാണ് വേണ്ടത്. ഏവർക്കും നല്ല ഒരു തൃക്കാർത്തിക ആശംസിക്കുന്നു.